കണ്ണൂരിലെ ചാത്തന്മാർ കണ്ടുണ്ടോ? കണ്ടില്ലെങ്കിൽ വാ, ഞാൻ കാണിച്ചു തരാം. സാധാരണ ആൾക്കാർ വരാൻ പഠിക്കുന്നതും എന്നാൽ നിങ്ങളുടെ മനസ്സതിനെ ഒരിക്കലും സമ്മതിപ്പിക്കാത്തതുമായ ഒരു സ്ഥലം. വന്നിറങ്ങുമ്പോൾ തന്നെ മാറി മറിയുന്ന അന്തരീക്ഷവും നമുക്കായി കാത്തിരിക്കുന്ന ചാത്തന്മാരുടെ കഥകളുമാണ് ഈ ഗുഹയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം ഒരു 200-300 മീറ്ററോളം നമുക്ക് ഗുഹയ്ക്കുള്ളിലൂടെ നടന്ന് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ഗുഹയ്ക്കുള്ളിലെ കൂരിട്ടും അതിനകത്ത് പുറത്തു തന്നെയുള്ള വവ്വാലുകളൊക്കെ നമ്മുടെ യാത്ര കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതാക്കും. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഗുഹയ്ക്കുണ്ടെങ്കിലും ചാത്തന്മാരുടെ വരവ് കാണാൻ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ എപ്പോഴും എത്താറുണ്ട്. ഐതിഹ്യങ്ങളൊക്കെ അനുസരിച്ച് പുരാണ കാലത്ത് ഒരു മഹർഷി ഇവിടെ തപസ്സിന് വന്നിരുന്നു. തപസ് കഴിഞ്ഞ ശേഷം പരിശുദ്ധമായി തീർന്ന ഈ ഗുഹയുടെ സംരക്ഷണം ഒരു കൂട്ടം ചാത്തന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച് മഹർഷി തിരികെ പോവുകയായിരുന്നു. എന്നാൽ മടങ്ങിപ്പോയ മഹർഷി ഒരിക്കലും തിരിച്ചു വന്നില്ല. പക്ഷേ മഹർഷിയുടെ വാക്കും കാത്ത് ഇപ്പോഴും ചാത്തന്മാർ ഈ ഗുഹയ്ക്ക് കാവലിരിക്കുന്നു. പിന്നീട് പുരാണ കാലത്ത് ഗുഹയ്ക്കുള്ളിൽ കയറാൻ ശ്രമിച്ച ഒരുപാട് ആളുകളെ ചാത്തന്മാർ ആക്രമിക്കുകയും അവരെ ശപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരുപാട് കഥകൾ വേറെയുമുണ്ട്. ചാത്തന്മാരുടെ ഈ ശാപങ്ങളിലൊക്കെ ഭാഗങ്ങൾ തന്നെയാണ് ഗുഹയ്ക്കുള്ളിൽ എത്ര ലൈറ്റ് അടിച്ചാലും തെളിയാത്ത ഇരുട്ടും അതിനോടൊപ്പം തന്നെ അതിനുള്ളിൽ തന്നെയുള്ള ഒരുപാട് ഭാവനയുള്ള ആക്രമണങ്ങളും. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഗുഹ കാണാൻ വരുമ്പോൾ നിങ്ങളുടെ സംരക്ഷണവും നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും. ഐതിഹ്യപരമായ കഥകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളൊക്കെ നേരിട്ട് കണ്ടറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി സ്പോട്ടാണ് അത്. അപ്പോൾ ഈ നിഗൂഢമായ സ്ഥലം ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ ഫോളോ ചെയ്തിട്ട് ലൊക്കേഷൻ എന്ന് കമന്റ് ഇട്ടിട്ട് ഈ വീഡിയോ എനിക്ക് DM ചെയ്തു.